ലോകത്തെവിടെയായാലും നാടിനെയും നാടിൻ്റെ സംസ്കാരങ്ങളെയും നെഞ്ചോടേറ്റുന്നവരാണ് മലയാളികൾ. ഇതാ എനിക്കൊപ്പം ഇവിടെ ഈ പ്രവാസ ലോകത്ത് ദുബായിൽ ഒരുപറ്റം സുഹൃത്തുക്കളുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. പുതിയ പാട്ടും പുതിയ താളവും മേളവും ഒക്കെ ലോകർക്ക് മുമ്പിൽ മാലോകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരുപറ്റം കലാകാരന്മാർ. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാവരും ഈ ഗ്രൂപ്പിലുണ്ട്. അതെ, ഒരു 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 സംസ്ഥാനം മാത്രമല്ല, മീൻസ് ഒരു ഡിസ്ട്രിക്ട് മാത്രമല്ല, കേരളത്തിൻ്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ എല്ലാവരും ഇതിൽ തപ്പിയാൽ കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി. നമ്മൾ ചെണ്ടമേളം കണ്ടിട്ടുണ്ട്, അങ്ങനെ നാടൻ ഒരുപാട് മേളങ്ങളുണ്ട്, ആ പഞ്ചാരി മേളം, അങ്ങനെ വാദ്യമേളങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ഗാനമേള കണ്ടിട്ടുണ്ട്. ഇത് മറ്റൊരു തലത്തിലാണ് പെർഫോമൻസ്. ഇതൊരു വേറെ തലത്തിൽ പറഞ്ഞാൽ ചെണ്ട തന്നെയാണ്, താളമാണല്ലോ, എല്ലാത്തും താളം ആ ഒരു ബേസിലാണ് എല്ലാം നമുക്ക് നടക്കുന്നത്. അപ്പോൾ അതിലൂടെ വേറൊരു ഫ്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എല്ലാ താളങ്ങളും പെർക്കഷൻസും എല്ലാം കൂടെ നമ്മൾ ഒരു ഫ്യൂഷൻ ബാൻഡിലോട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമ്മളൊരു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. അഗ്നി എന്നാണ് നമ്മുടെ ബാൻഡിൻ്റെ പേര്. കുട്ടിക്കാലത്ത് ഞാൻ ചെണ്ട തൊട്ടിട്ടില്ല. ദുബായിൽ വന്നിട്ട് ആദ്യം മേളം പഠിച്ചു, പിന്നെ ഇപ്പോൾ ഈ ടീമിനൊപ്പം കുറേ കാലമായിട്ടുണ്ട്. പേര് പറഞ്ഞു? ഗിരീഷ്. നാടോ? തൃശ്ശൂർ തന്നെയാണ്, കുന്നംകുളം. ജോലി എന്താ? ഞാനൊരു സപ്ലൈ ചെയിനിൽ വർക്ക് ചെയ്യാണ്. അതിനിടയിൽ ഈ മേളം പഠിക്കാനും ചെണ്ട പഠിക്കാനും ഒക്കെ ഈ പ്രായത്തിൽ ഇത് കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇല്ല, ഇതിപ്പോഴും അത്ര ടു ഏർലി. തിരുവനന്തപുരത്ത് നിന്ന് ഈ തൃശ്ശൂരുകാരുടെ കൂട്ടത്തിൽ എങ്ങനെ പോയി? ഇതൊക്കെ എല്ലാവരും കൂട്ടായ്മ. ചെണ്ടയാണ് ഒരുമിപ്പിച്ചത്. കല. മറ്റ് ചെണ്ട ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? മറ്റ് ചെണ്ടയും ഇതും തമ്മിൽ വ്യത്യാസം വെച്ചാൽ ഇത് ചെണ്ടയുടെ ബേസ് ഫോമാണ്. അതൊരു കുറച്ചുകൂടി ഹയർ സൈഡിലായിരിക്കും. ഈ ബേസിലാണ് താളം പിടിക്കുന്നത്. ഞങ്ങളാണ് ഇതിൻ്റെ ബേസ് സൈഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു സൈഡ് ബേസാണ്, ഒരു സൈഡ് ട്യൂട്ടർ എന്ന് പറയും. ഈ ഇങ്ങനൊരു ആശയം എവിടെ നിന്ന് വന്നാണ് ഈ ഒരു ഫ്യൂഷനിലേക്ക് പോകാമെന്നുള്ളത്? അത് ആക്ച്വലി ഐ തിങ്ക് തൃശ്ശൂർ ഒരു ടീം എടുത്ത് ചെയ്തു. അത് ഭയങ്കര ക്ലിക്കായി, കേരളം മൊത്തം ക്ലിക്കായി. അപ്പോൾ അതിവിടെ നിങ്ങളും അത് പിന്തുണയ്ക്കല്ല, അതേപോലെ ഞങ്ങളെ കഴിയുന്ന സാധനം ഞങ്ങൾ ചെയ്യാം. എന്താ പറയുക, ഓർക്കസ്ട്രയ്ക്ക് വായിക്കുന്നു, അതേപോലെ ബാൻഡായിട്ട് വായിക്കുന്നതല്ലാതെ നമ്മൾ ചെണ്ടയുടെ കൂടെ ഫ്യൂസ് ചെയ്യുന്നില്ലല്ലോ. അതൊരു ഫസ്റ്റ് ടൈമാണ്. ഇതിൽ പാട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടോ? ഏത് തരത്തിലുള്ള ഒരു സാമ്പിൾ പറയാമോ? ഞങ്ങൾ കൂടുതലും ആൾക്കാർ എൻജോയ് ചെയ്യുന്ന, അവരെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യാണല്ലോ. അപ്പോൾ അവർക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോങ്സ് ഞങ്ങൾക്ക് ഫാസ്റ്റ് നമ്പേഴ്സും മോസ്റ്റ്ലി ഫാസ്റ്റ് നമ്പേഴ്സ് എടുക്കുക. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് മെൽബിൻ. വീടോ നാട്ടിലെവിടെയാ? നാട്ടിൽ തൊടുപുഴ. ഇതാരാ കൂടിയിരിക്കുന്നത്? മോളാണ്, മൂത്ത മോളാണ്. പേരെന്താ? ലിമ. ലിമ എത്രല്ല പഠിക്കുന്നത്? 7th. പാട്ടൊക്കെ ആരാ പഠിപ്പിച്ചത്? അപ്പോൾ ഓണസദ്യയൊക്കെ മിസ്സാകത്തില്ലേ? ഓണസദ്യ മിസ്സാവുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ഓണസദ്യ ഒരു മിസ്സല്ല, ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ നാട്ടിലത്തേക്കും കൂടുതൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കുടുംബത്തോടുള്ള ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ ഓണം വരുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലൊക്കെ എല്ലാവരും കൂടിയിട്ട് ചേരും. എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കുക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട്, ചിലപ്പോൾ എല്ലാവരും കുക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്ന് കൊണ്ടുവരും. അവിടെ വന്നിട്ട് എല്ലാവരും ഇലയിൽ വിളമ്പിയിട്ട് കഴിക്കും. അങ്ങനെയാണ് എല്ലാ വർഷവും ഉണ്ടാവാറ്. സദ്യയിൽ എന്തോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പപ്പടമാണോ, ഉപ്പേരിയാണോ, അതോ പരിപ്പും അങ്ങനെ പിന്നെ പായസം അങ്ങനെയൊക്കെ അല്ലേ? അച്ചാറ്. ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ UAE സദ്യയാണ് കേരളത്തെക്കാളും കൂടുതൽ ഗംഭീര സദ്യകൾ. ഇവിടെ റെസ്റ്റോറൻറ്റിൽ മത്സരമാണ് സദ്യകൾ വിളമ്പാനായിട്ട്. 30 കൂട്ടം, 35 കൂട്ടം. ഒരുപക്ഷെ നാട്ടിൽ കിട്ടേക്കാളും കൂടുതൽ നല്ല സദ്യ UAE കിട്ടും. 3 നേരം പായസവും 29 കൂട്ടം കറിയും ഇലയും കാര്യങ്ങളായിട്ട് ഗംഭീര സദ്യയാണ് UAE. നാട്ടിലേക്കാളും സദ്യ ഒരുപക്ഷെ നല്ലത് വന്ന് കഴിച്ചത് UAE പറയാം. കാരണം ഞാൻ ഇപ്പോൾ ഒരു 10-15 കൊല്ലം ഇവിടെ. അതുകൊണ്ട് എൻ്റെ ഓർമ്മകളിൽ നല്ലൊരു സദ്യ UAE തന്നെയാണ്. ഇനി എല്ലാ ആഴ്ചയും പ്രോഗ്രാമുകളാണ്, വലിയ വലിയ സ്റ്റേജുകളുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ എല്ലാത്തിൻ്റെയും ഒരു എന്താണെന്ന് പറയുക, ബാക്ക് ബോൺ എന്നാൽ ഈ ഇരിക്കുന്ന എല്ലാ ടീമുകളാണ്. അതാണ് നമ്മുടെ ബാക്ക് ബോൺ. എപ്പോൾ വിളിച്ചാലും വരാനും, ഏത് രാത്രി പാതിരാത്രി കയറി വരാനും, എന്ത് കഷ്ടപ്പെടാനും റെഡി ആയിട്ടിരിക്കുന്ന കുറച്ച്
കുറച്ച് നല്ല കൂട്ടുകാരുണ്ട്. കൂട്ടുകാർ തന്നെ പറയാട്ടോ, വീട്ടുകാർ, അവരാണ് നമ്മുടെ ശക്തി. ഓണമായാലും തൃശ്ശൂർ പൂരമായാലും ഉത്സവ വേദികളിൽ ഘോഷയാത്രകളിലൊക്കെ പുതിയ താളം തീർക്കുന്ന ഒരു പറ്റം കലാകാരന്മാർ. ചേട്ടാ, നിങ്ങളുടെ പാട്ടും പ്രകടനവും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഈ ഓണത്തിന് ഏഷ്യ ലൈവിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഞങ്ങള് അഗ്നി ബാൻഡിന്റെ വക